ലോകത്തിലെ എല്ലാ പമ്പുകളുടെയും രൂപം ഒരേപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ഒരു കുഞ്ഞു കാറിനും ഒരു ഭീമൻ ലോറിക്കും ഒരേപോലെ കയറി ഇറങ്ങാൻ പാകത്തിൽ ഒരു റിവേഴ്സ് ഗിയർ പോലും ഇടേണ്ടി വരാത്ത വിധം പമ്പുകൾ ഡിസൈൻ ചെയ്തതിന് പിന്നിൽ ഒരു എയർപോർട്ട് ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് അറിയൂ, പറഞ്ഞു തരാം. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. ആദ്യം നമുക്ക് ഈ പമ്പുകളുടെ മുകളിലുള്ള വലിയ മേൽക്കൂര അഥവാ ഫ്ലാറ്റ് കനോപ്പി നോക്കാം. നമ്മുടെ നാട്ടിൻ പുറത്തെ വീടുകളെ പോലെ ഇതൊരു ചെരിഞ്ഞ മേൽക്കൂര ആക്കിയാൽ എന്താണ് കുഴപ്പം? ചെരിഞ്ഞ മേൽക്കൂരയ്ക്ക് നടുവിൽ ഒരു വലിയ തൂണും കൊടുക്കേണ്ടി വരും. ആ തൂണ് വരുന്നത് കൃത്യം വണ്ടി നിർത്തേണ്ടി വന്ന പമ്പിന്റെ നടുവിലായിരിക്കും. ഇത് ഒഴിവാക്കാനാണ് അവർ തൂണുകൾ കുറഞ്ഞ ഒരേ ലെവലിലുള്ള ഫ്ലാറ്റ് സ്ലാബ് കൊണ്ടുവന്നത്. ഇതിന്റെ ഉയരം 14 മുതൽ 16 അടി വരെയാണ്. ഒരു കുഞ്ഞു ഓൾട്ടോ കാറിനും 12 അടി ഉയരമുള്ള വലിയൊരു ഗുഡ്സ് ലോറിക്കും ഒരേപോലെ ഇതിനിടയിൽ വന്നു നിൽക്കാം. മാത്രമല്ല ഇതിന്റെ പരന്ന വശങ്ങൾ ദൂരേക്ക് തിളങ്ങി നിൽക്കുന്ന ഒരു വമ്പൻ ബിൽബോർഡ് കൂടിയാണ്. പമ്പുകളിൽ വണ്ടികൾ പല ദിശകളിൽ നിന്ന് വന്ന് വലിയ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ ഇവർ കണ്ടെടുത്തത് എയർപോർട്ടുകളിലെ ടാക്സിവേ ബുദ്ധിയാണ്. വിമാനങ്ങൾക്ക് ഒരിക്കലും റിവേഴ്സ് ഗിയർ ഇടാൻ കഴിയില്ല. അവ എപ്പോഴും മുന്നോട്ട് മാത്രമേ പോകൂ. ഇതേ ലോജിക്കാണ് പെട്രോൾ പമ്പുകളിലും. വൺ വേ ഇൻ വൺ വേ ഔട്ട്. ഒരൊറ്റ വഴിയിലൂടെ വണ്ടി കയറുന്നു, എണ്ണ അടിക്കുന്നു, മുന്നോട്ട് തന്നെ എടുത്ത് പുറത്തേക്ക് പോകുന്നു. ഒരു ഡ്രൈവർക്കും പമ്പിൽ വെച്ച് വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് വണ്ടികൾ എത്ര വന്നാലും വലിയ ജാമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനിയാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നിങ്ങൾ ഹൈവേയിലൂടെ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പമ്പിന്റെ പേര് വായിച്ചു നോക്കി വണ്ടി നിർത്താൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ തങ്ങളുടെ ലോഗോകൾ ആകാശമുട്ട ഉയരമുള്ള വലിയ പോസ്റ്റുകളിൽ വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം വലിയ ലൗഡായ ഒരേ കളർ കോമ്പിനേഷനുകൾ. ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിലിന്റെ ഓറഞ്ചും നീലയും, ഷെല്ലിന്റെ മഞ്ഞയും ചുവപ്പും വർഷങ്ങളായി മാറ്റമില്ലാതെ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കണ്ണ് ആ പേര് വായിക്കുന്നതിന് കിലോമീറ്ററുകൾക്ക് മുമ്പേ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ആ കളർ തിരിച്ചറിയും. ഉടനെ തലച്ചോറ് സിഗ്നൽ തരും, ദേ മുന്നിൽ പെട്രോൾ പമ്പ് ഉണ്ട്, വണ്ടി പതിയെ സ്ലോ ചെയ്തു എന്ന്. ചുരുക്കത്തിൽ നമ്മൾ വെറുതെ വണ്ടി കയറി എണ്ണ അടിച്ചു പോകുന്ന ഒരു പെട്രോൾ പമ്പ് എന്നത് ആർക്കിടെക്ചറും ട്രാഫിക് മാനേജ്മെന്റും ഹ്യൂമൻ സൈക്കോളജിയും ഒത്തുചേർന്ന അതീവ കൃത്യതയുള്ള ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഇനി വണ്ടിയിൽ പോകുമ്പോൾ ദൂരെ നിന്ന് തന്നെ പമ്പിന്റെ കളർ കണ്ട് നിങ്ങൾ സ്ലോ ആക്കാറുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.